بصراحة هيدي أول مرة بحب. بصراحة هيدي كذبة كل شاب بيقلي إني الأحلى والبنت اللي بيرتاحلها بيطلع كذاب وما بينحب. لا بس هو منه مثلن كلن. لا حالي جروحي من محلن وعيشني أحلى قصة حب. ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോന് അപ്ലോഡ് ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അത്താഴത്തിന് മുന്നെടുത്ത ക്ലിപ്പാണ്. അൽഹംദുലില്ലാ ഡേ 1 ഡേ 2 ഡേ 3 ഒക്കെ തീർന്നു. എനിക്ക് കുഴപ്പമില്ല, ഹയറായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിസ്കാരത്തായി കയറി നിസ്കാരം കഴിഞ്ഞപ്പോൾ പഠിക്കണം എന്നുള്ള ഒരു തോട്ടിലേക്ക് പോവാണ്. ബിക്കോസ് ഞാൻ ഇന്നലെ പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ വെറുതെ കളഞ്ഞു. സോ ഇന്ന് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ പഠിക്കണം ആ ഒരു തോട്ടിലാണിപ്പോൾ. പഠിച്ച് കംപ്ലീറ്റ് നോക്കി പഠിച്ച് തീർക്കണം. എക്സാമാണ്, ആനുവൽ എക്സാമാണ് വരുന്നത്. സോ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു തോട്ടുണ്ട്. സോ പിന്നെ ഇന്നത്തെ വീഡിയോ മേ ബി ഞാനെനിക്ക് നോക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. മാക്സിമം ട്രൈ ആക്കട്ടെ. ബൈ ഗൈസ്. അന്ന് പിന്നെ നോമ്പ് തുറക്കുന്ന ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ബാക്കി ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇതെന്താ വെച്ചെങ്കിൽ പിറ്റേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും എടുത്തതാണ്. സാധാരണ ഇങ്ങനെ ചൂടുണ്ടാകുന്ന ടൈമിൽ മഴ പതിവില്ലല്ലോ, അപ്പോൾ എടുത്തപ്പോൾ ഞാൻ ആഡ് ചെയ്തു എന്നുള്ളൂ. പിന്നെ മിന്നു കുറച്ച് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി മാറ്റൊരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്. നെക്സ്റ്റ് ഡേ നമുക്ക് ബുക്സും അതേപോലെ തന്നെ ഫ്രൂട്ട്സും വാങ്ങാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു വീക്കിൽ ഞാൻ ഓരോ ദിവസം എടുത്ത് കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തതാണ്. കാരണം എപ്പോഴും പറയാറില്ലേ, ഒരു വീഡിയോക്ക് വരുമ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വേണമല്ലോ. പിന്നെ ഒരു ദിവസം എടുക്കുന്ന ക്ലിപ്സ് വല്ലാണ്ട് ലെങ്ത്ത് ഉണ്ടാവലില്ല. പിന്നെ എല്ലാം കൂടെ ഒറ്റ വ്ളോഗിലാക്കലാണ് പതിവ്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ പോയിട്ട് ബുക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഫൺ പാർട്ട് ഈസ് നിങ്ങൾക്ക് ബുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 2 ദിവസമായി ബുക്കിന് വേണ്ടിയിട്ട് ഇറങ്ങണം, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഫ്രൂട്ട്സും കൂടെ വാങ്ങി വന്നു. ആൻഡ് ദിസ് ഇസ് ദ ഹോൾ പാർട്ട് ഓഫ് ദിസ് വ്ളോഗ്, സ്റ്റഡിങ് പാർട്ട്. അപ്പോൾ ഇത് എക്കണോമിക്സ് എക്സാമിൻ്റെ രാവിലെയാണ്. സാധാരണ ഞാൻ ഇതിന് മുന്നേയൊക്കെ പഠിക്കണമൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം പഠിച്ചു പോയതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അന്ന് രാവിലെ പഠിക്കാതിരുന്നപ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ടു ബി ഹോണസ്റ്റ്, വാട്ട് ഐ വാസ് ആക്ച്വലി പ്ലാനിങ് ഈസ് അക്കൗണ്ടൻസി എക്സാമിന് ശേഷം എല്ലാ എക്സാമിനും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി വ്ളോഗ്സ് ഇടാമെന്നിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിസിനസ് എക്സാമിനും ഇംഗ്ലീഷ് എക്സാമിനും ഒക്കെ ഞാനൊരു റഷിലായതുകൊണ്ട് തന്നെ സ്റ്റഡി വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ IP എക്സാമിന് ഐ വാസ് റിയലി സ്ട്രഗിളിങ് വിത്ത് മൈ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ട് അന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എക്കണോമിക്സ് എക്സാമിന് കുറച്ച് ഓക്കെ ആയപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തതാണ്. പിന്നെ വൺ മെയിൻ തിങ് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് മാനേജിങ്. കാരണം സ്റ്റഡീസും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു 2 ഡേയ്സ് ബ്രേക്ക് എടുത്തത്. 2 ഡേയ്സ് അല്ല, ഒരു 1 വീക്ക് ബ്രേക്ക് എടുത്തത്. കാരണം സ്റ്റഡീസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണമായിരുന്നു. സോ ഐ വാസ് ലൈക്ക് പക്ഷേ ഷോർട്സൊക്കെ അത്യാവശ്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു കോംപ്രമൈസും വരുത്താതെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന പ്രസൻറ്റ് ഡേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞാൻ ഷോർട്സും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ബട്ട് ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. അങ്ങനെ പിന്നെ എക്കണോമിക്സ് ഏകദേശം പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് സ്കൂൾ പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സ് എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി കുറച്ച് ടഫായിരുന്നു. കാരണം സിലബസ് മൊത്തത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എടുത്തത് അതിൻ്റെ മിസ്റ്റേക്കാണ്. എക്കണോമിക്സ് എക്സാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ലാസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് കൂടെ ഉള്ളൂ. എക്സാം ഓരോന്ന് കഴിയുമ്പോഴുള്ള പൊലിവാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചെങ്കിൽ, ഞാൻ കംപ്ലീറ്റ് ആയിട്ടും പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കുന്ന ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അതൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കേണ്ടത്. ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്, അതായത് ലാസ്റ്റ് ഡേ ബിഫോർ മൈ എക്സാം എൻഡ്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാതിരിക്കുന്ന ടൈം നിങ്ങൾ കണ്ടില്ലേ, ഇത്ര നേരം ഞാൻ ഉഴപ്പി നടന്നിട്ട് ഇപ്പോഴാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത്. അങ്ങനെ ഏകദേശം പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മണിയായപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോയി വന്നു. നോമ്പുണ്ടോ? ക്ഷീണുണ്ടോ?
അങ്ങനെ പിന്നെ കിച്ചണിൽ കയറി നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെ പ്രിപ്പറേഷൻസ്. പിന്നെ എന്നുള്ള പോലെ തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷമാമും അതേപോലെ തന്നെ വേറെ ഏതോ 2 ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ടായിരുന്നു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസ് അടിക്കലും പണിയെടുക്കലൊക്കെ കണക്കാണ്. കാരണം മിന്നും കൂടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ജ്യൂസ് അടിക്കലിനെക്കാട്ടിലും ഞങ്ങളെ എന്താ പറയുക വർത്താനമാണ് കൂടുതൽ നടക്കുക. എനിക്ക് ബേസിക്കലി നോമ്പിനുള്ള പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സും കട്ട് ചെയ്തൊക്കെ ഉണ്ടാവും. അതാണ് മെയിനായിട്ട് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ മമ്മ എന്തായാലും തരും. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. وعيشني أحلى قصة حب دارك لي അങ്ങനെ പിന്നെ ജ്യൂസ് അടിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ളതാട്ടോ പറഞ്ഞത്, ക്ലിപ്പ് മാറിപ്പോയി. പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നേരെ ജ്യൂസ് അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നത്തെയും പോലെ തന്നെ ഓറഞ്ച് വെള്ളവും കലക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഓറഞ്ച് സ്ക്വീസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മ പറഞ്ഞ് കട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എളുപ്പപ്പണിക്ക് അത് മിക്സ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. والقلب بنص القلب അങ്ങനെ നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കായിരുന്നു. പിന്നെ നോമ്പറക്കുന്നതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോർട്സിലാണ് ഞാൻ ഡെയിലി ഇടാറുള്ളത്. അപ്പോൾ അതെന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നോമ്പറക്കലൊക്കെ അൽഹംദുലില്ലാ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാതിരിക്കാൻ വെച്ചിട്ടായിരുന്നു. അതിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മിന്നു ബ്രൗണേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ബ്രൗണി വെറുതെ ട്രൈ ചെയ്താണ്. അത് സക്സസ് ആയി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് പോയി രണ്ടാളും കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവരെ വിളിച്ചു. ഒരു കഴിച്ചില്ല. ഇത്രയല്ലേ ഇടുന്നുള്ളൂ. അപ്പം മമ്മക്ക് എടുത്തപ്പോ മമ്മ അറിഞ്ഞു ചോക്ലേറ്റ് ആയിട്ട് മമ്മ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ ഫുള്ള് നമുക്ക് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ല. അത്രയല്ല, തീരെ ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി ആദ്യമായിട്ടാണ് ഒരു കേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കട്ടെ. ഇതിന്റെ റെസിപ്പി ഫുൾ പോസ്റ്റ് ചെയ്തേക്കും. നമ്മൾ പിന്നെ ഓരോ കേക്കിന്റെ റെസിപ്പി ടേസ്റ്റ് നോക്കട്ടെ. ഓരോ ബ്രൗണിയുടെ റെസിപ്പി ഇല്ലേ. അതുപോലൊന്നുമല്ല, ഒരു പണിയില്ല. 1 ടൈം കേക്കാണ്. അല്ലേ 1 ടൈം കേക്കാ. ജസ്റ്റ് ഓൾഡ് ആക്കാം. സാധാരണ ഇതൊക്കെ ഓൾഡ് ആക്കാം. അതിന്റെ വീഡിയോ എന്തായാലും ഫോൺ നമ്മൾ പോസ്റ്റ് ചെയ്യും. നോമ്പ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. എനിക്ക് അങ്ങനെ സിസ്റ്റേഴ്സൊക്കെ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രൗണി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഷുഗർ കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല പരിപാടിയൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും പഠിക്കൽ വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം തന്നെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയി കടന്നുറങ്ങി. എന്നിട്ട് പിന്നെ ഞാൻ നാളെ രാവിലെ നീച്ച് പഠിക്കാൻ വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ കുറച്ച് പ്രോബ്ലംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലിപ്സിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ +1 ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 ക്ലാസ് തുടങ്ങും. പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഈസി ആയിരുന്നു എഴുതാനൊക്കെ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എൻ ഓക്കെ പേപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ +1 ലാസ്റ്റ് വ്ളോഗാണ് ഇത്. ഇനി നെക്സ്റ്റ് എന്തായാലും വെച്ചാൽ എൻ്റെ +2 ക്ലാസ് തുടങ്ങാണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് ഒറ്റ കിടത്തിയിരുന്നു. ബിക്കോസ് ഐ വാസ് ടയേർഡ് ഓഫ് കോഴ്സ്. അപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ +1 പെട്ടെന്ന് പോയ പോലെ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എനിവേ വി ഹാസ് ടു മൂവ് ഓൺ ആൻഡ് അക്സെപ്റ്റ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.